16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മദേശം മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചൻ പറമ്പാണെങ്കിലും തുഞ്ചത്തെഴുത്തച്ഛൻ സമാധി കൊള്ളുന്ന ഇടമാണ് ചിറ്റൂർ തുഞ്ചൻ ഗുരുമഠം. ഞാൻ നാരായണൻകുട്ടി. ഇവിടെ ഞാൻ കുറച്ച് ഒരു വർഷത്തോളം ആയിട്ടുള്ള പണി. ഇതിന് മുമ്പ് ഒരാളായിരുന്നു നാരായണദാസ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എന്താ അവിടെ ചെറുതായിട്ട് വീണു. അതിനുശേഷം വരാൻ പറ്റാതായപ്പോൾ ഞാൻ തുടർന്ന് ചെയ്യും. ഇവിടെ തുഞ്ചൻ ആചാര്യനെ അറിയാമല്ലോ, ഭാഷാപിതാവാണ്. ഇവിടെ സമാധി കൊള്ളുന്ന ഇടമാണ്, മനസ്സിലായില്ലേ. പിന്നെ ഇവിടെ പൂജ കഴിച്ചിരുന്ന വിഗ്രഹങ്ങളും ഇതൊക്കെ നിത്യം പൂജ കഴിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം. അതിനെ ഞങ്ങൾ തുടർന്ന് കഴിക്കണമെന്ന് മാത്രം. ഇവിടെ രണ്ട് സമാധിയുണ്ട്. ഒന്ന് സ്നേഹിതൻ്റെ, ഒന്ന് അദ്ദേഹത്തിൻ്റെ സമാധിയാണ്. പിന്നെ അവൻ്റെ ഇത് എന്താ പറയുക, ഗ്രന്ഥം എഴുത്താണിയുണ്ട് അതിനകത്ത്. അത് കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. എഴുത്താണിയുണ്ട്, അത് പൂജ കഴിച്ച് വരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇത് പാദത്തിലാണ് പൂജ കഴിക്കുന്നത്. ഇവിടുത്തെ ശിവക്ഷേത്രവും ശ്രീരാമക്ഷേത്രവും അദ്ദേഹം നിർമ്മിച്ചതാണ്. ഇവിടെ ചമ്പത്ത് വീട്ടുകാരുടെ ആയിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ. അത് അദ്ദേഹം ഒരു ചെറിയൊരു തുക വാങ്ങിച്ച് കൊടുത്തുകൊണ്ട് അത് വാങ്ങിച്ചു. എന്നിട്ട് ഇതെല്ലാം പണിയുടെ ഗ്രഹങ്ങളും 13-ാമത്തെ ഇത് തുഞ്ചമ്മ. ചിറ്റൂരിലെ ഗുരുമഠവും ഗുരുമഠം സ്ഥിതി ചെയ്യുന്ന അഗ്രഹാരവും ഇവിടുത്തെ ശ്രീരാമക്ഷേത്രവും ശിവക്ഷേത്രവും എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. കാലാന്തരത്തിൽ ഇതിനെല്ലാം വികസനോന്മുഖമായ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവധൂതനായ എഴുത്തച്ഛൻ ജന്മദേശത്തു നിന്നും തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെത്തി അവിടെ മഹാഗുരുക്കന്മാരിൽ നിന്ന് ഉന്നത ജ്ഞാനം നേടിയ ശേഷം തിരിച്ചു വന്നത് ചിറ്റൂരിലേക്കാണ്. തഞ്ചാവൂരിൽ വെച്ച് രാമാനന്ദൻ എന്ന നാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചു. സീതായ പതയേ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. ആരുഹ്യ കവിതാശാഖാ വന്ദേ വാൽമീകി കോകിലം. വരികളോ താമസശീലമകറ്റേണമാശുനി രാമ